കേച്ചേരിയിലുള്ള സൺസെറ്റ് കാണാൻ പോവാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഇന്റേൺഷിപ്പ് വർക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരത്തെ ഇറങ്ങി സൺസെറ്റ് കാണാൻ പോവാണ്. ഇന്റേൺഷിപ്പ് കഴിഞ്ഞതും ബാഗ് വെച്ച ഉടനെ തന്നെ നമ്മൾ ഇറങ്ങാണ്. ഇതിപ്പോൾ ബസ്സിലുള്ളൊരു യാത്രയാണ്. നമുക്ക് സീറ്റ് പോലും കിട്ടിയില്ല. നല്ല ടയേർഡാണ്. എന്നിട്ട് സീറ്റും കിട്ടിയില്ല. എന്തൊരു കഷ്ടമല്ലേ. ഏകദേശം ഒരു 20 മിനിറ്റിൻ്റെ യാത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. സ്ട്രെയിറ്റ് ബസ് ഉണ്ടായിരുന്നു. ഇത് കേച്ചേരി ടൗൺ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ നമ്മൾ അവിടെ തന്നെ ഓട്ടോ നമുക്ക് കിട്ടി. 60 രൂപയാണ് ഓട്ടോ ഫെയർ പറഞ്ഞിട്ടുള്ളത്. കുറച്ചും കൂടി നമ്മൾ വില വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചിട്ടുണ്ടാവും. വേണമെങ്കിൽ ഒരു നടന്നു പോകുന്ന ദൂരമൊക്കെ ഉള്ളൂ. പക്ഷെ നമ്മൾ വെയ്യായിരുന്നു. അതുകൊണ്ട് ഓട്ടോയിൽ തന്നെ നമ്മൾ വന്നിട്ടുള്ളത്. ഓവർ ഉള്ളിലോട്ട് ഓട്ടോ പോയില്ല. ഇവിടെ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടെ ഇറങ്ങാണ്. അത്രയ്ക്ക് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിടെ എത്തുമ്പോൾ വേറെ ആരും ഇല്ല. സ്കൈ നല്ല രസമുണ്ട് അല്ലേ. നമ്മൾ അവിടെ എത്തിയ ശേഷം പിന്നെ കുറെ കാറുകളൊക്കെ വരാൻ തുടങ്ങി. പിന്നെ കുറച്ചും കൂടി ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ധൈര്യമായി. നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പെട്ടുപോയില്ല എന്നുള്ളൊരു ധൈര്യം. പിന്നെ ഓപ്പോസിറ്റ് ഒരു മസ്ജിദ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കേച്ചേരി മല കയറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു മസ്ജിദിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു ടേൺ ആണെന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് കുറേ റബ്ബർ മരങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ വെള്ളമൊക്കെ കയ്യിൽ കരുതുക. നമ്മൾ അവിടെ പോയ സമയത്ത് നമുക്ക് നല്ല രീതിക്ക് വെള്ളം ദാഹിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചധികം നടക്കാനുണ്ട്. അത്രയ്ക്കില്ല, പക്ഷെ എങ്കിൽ പോലും കുന്നൊക്കെ കയറുമ്പോൾ നമുക്ക് ആ ഒരു വെള്ളം ദാഹിക്കും. അപ്പോൾ നിങ്ങൾ കയ്യിൽ വെള്ളം കരുതാൻ മറക്കരുത്. ശരിക്കും പോലെ മല കയറാൻ തന്നെ തുടങ്ങിയിട്ടില്ല. അപ്പം തന്നെ ഇങ്ങനെ ഓരോരുത്തർക്ക് വിശക്കാനൊക്കെ തുടങ്ങി. അവിടെ എത്തിയ ശേഷം നമ്മളിങ്ങനെ ആലോചിക്കുന്നതൊക്കെ കയ്യിലെടുക്കായിരുന്നു ലേശേന്ന്. പോകുന്ന വഴി എന്ന് പറയുന്നത് പിന്നെ അത്ര സ്മൂത്ത് ഒന്നും അല്ല. കുറച്ച് നല്ല കല്ലും പിന്നെ റഫ് ആയിട്ടുള്ള റോഡാണ്. അപ്പം മാക്സിമം നിങ്ങൾ നല്ല നൈസായിട്ടുള്ള സ്ലിപ്പേഴ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. നല്ല ഷൂ ഒക്കെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി നടക്കാൻ സുഖമായിരിക്കും. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിലൊരു മരം കിടക്കുന്നു. നമ്മൾ ഈ ഇൻഗോസ്റ്റ് ഹൗസിലൊക്കെ ഒരു ബാഡ് വൈബ് അടിക്കൂല, അതുപോലെ നമുക്കും അടിച്ചു. നിരഞ്ജന 2-3 ഫോട്ടോ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഓടി വരുന്ന മരമൊക്കെ വീണ് കിടന്നിട്ട് പോലും നമ്മൾ അതിലൊന്നും തളർന്നില്ല. ഇതൊക്കെ ഒരു സാഹസികമായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു ഡോറയുടെ പ്രയാണം, ആ ഒരു വൈബായിട്ടാണ് നമ്മളെല്ലാവരും എടുത്തിട്ടുള്ളത്. തൃശ്ശൂരിൽ വന്നിട്ട് കൂടുതലും ബീച്ചസ് ആണ് കവർ ചെയ്തിട്ടുള്ളത്. എൻ്റെ കഴിഞ്ഞ വ്ളോഗ്സ് ഒക്കെ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കാണാത്തവരൊന്ന് ജസ്റ്റ് ചാനലിൽ നോക്കിയാൽ മതി. ആദ്യമായിട്ടാണ് തൃശ്ശൂർ വന്നിട്ട് ഒരു ഇൻ ടു ദ വുഡ്സിൽ നമ്മൾ പോകുന്നത്. ഇൻഗോസ്റ്റ് ഹൗസത്തെ മരത്തിന് ശേഷം മഞ്ഞുമൽ ബോയ്സിലുള്ള പോലെ ഒരു ഡോറും ഉണ്ടായിരുന്നു, പൊട്ടിക്കിടക്കുണ്ടായിരുന്നു. എല്ലാം മറികടന്നിട്ട് നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവാണ്. മാത്രമല്ല അവിടെ ഒരു ഫാമിലി കൂടി, നിങ്ങൾ ഒരു കാറ് പോകുന്നുണ്ടായിരുന്നില്ലേ, അപ്പോൾ അവർ ഫ്രണ്ടിൽ നടക്കണ്ടായിരുന്നു. അപ്പോൾ അവരുള്ളൊരു ധൈര്യം കൂടി ഉണ്ടായിരുന്നു നമുക്ക്. ഞാൻ പൊതുവെ നടക്കാൻ കുറച്ച് നല്ല സ്ലോ ആണ്. സ്കൂളിലടക്കം ഞാൻ റണ്ണിങ് റേസിന് പങ്കെടുക്കാറില്ല, എനിക്ക് ഓടാൻ വയ്യാഞ്ഞിട്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ സ്പീഡായിട്ട് നടക്കണം. ഞാൻ എൻ്റെ ബാക്കിൽ ഇങ്ങനെ മെല്ലെ നടക്കുകയാണ്. ഇതൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് വ്ളോഗൊക്കെ എടുത്ത് ഞാൻ മെല്ലെ നടന്നു പോവാണ്. സ്ട്രെയിറ്റ് പോകുന്ന വഴിയല്ലാണ്ട് ലെഫ്റ്റിലൊരു കുഞ്ഞു വഴി ഉണ്ടായിരുന്നു. ആ വഴി നമ്മൾ മൈൻഡാക്കിയല്ല, നമ്മൾ നേരെ തന്നെ നടന്നു. ഇവിടേക്ക് എത്തുമ്പോഴത്തേക്കും കുറച്ച് നല്ല കിതക്കുണ്ടായിരുന്നു. കുറച്ച് കുത്തനെയാണ് റോഡ്. നമ്മൾ കുറച്ച് നല്ല എഫേർട്ട് ഇട്ട് നമ്മൾ പോകേണ്ടി വരും. ഇവിടെ എത്തുമ്പോൾ നല്ലോണം കുത്തനെയായി. കുറച്ചൊക്കെ നല്ല ക്ഷീണിക്കുന്നത്. ആ കുട്ടി വീഴുന്നുണ്ട്. നന്മപരമായി നീരു ആ കുട്ടീനെ രക്ഷിക്കുന്നു. ജുമാനി, ഹന്നി, നൗറിനൊക്കെ ഫസ്റ്റ് തന്നെ നടന്നു. അവർ കുറച്ചും കൂടി സ്പീഡായിരുന്നു. പിന്നെ ഒരു ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞില്ല, അവരാണ് ആ മുമ്പിൽ പോകുന്നത്. ഒരു കുഞ്ഞു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. ഒരു കുട്ടിയല്ല, 2 കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നു. പിന്നെ ഒരമ്മ, ഒരു അച്ഛൻ, പിന്നെ ഒരു അമ്മമ്മയും കൂടി ഉണ്ടായിരുന്നു. അവരൊക്കെ നല്ല ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് മല കയറിയിട്ടുള്ളത്. സാരിയെ കൊടുത്ത് കയറുകയെന്ന് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ഇത്രയും കഷ്ടപ്പെട്ട് മല കയറിയിട്ടുള്ള വ്യൂ എൻ്റെ സാറേ നല്ല രസമായിരുന്നു. അടിപൊളി വ്യൂ ആയിരുന്നു. ഒന്നാമത്തത് ഒരു മഴക്കാലമാണ്. അപ്പോൾ ഒരു വെയിൽ അല്ലെങ്കിൽ ആ ഒരു ചൂട് അതൊന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ടുകൂടി നല്ല രീതിക്ക് നമ്മൾ എൻജോയ് ചെയ്ത് നല്ലൊരു കാറ്റൊക്കെ വീശി നല്ലൊരു വൈബ് ഈവനിങ് ആയിരുന്നു. നീരു ഫുൾ എസ്തെറ്റിക് ക്ലിക്സ് ആണ്. ഇതാണ് നമ്മൾ കാണാൻ വന്ന പെരുവൻമല. നല്ല രസമല്ലേ വ്യൂ, ആകാശവും മരവും ആ ഒരു പച്ചപ്പും. പെരുവൻമലയത്ത് നല്ല അടിപൊളി ക്ലിക്സ് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ആയിട്ടുള്ള ജസ്റ്റ് തഷിങ്ങിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണണമെന്നുള്ളവർ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് നോക്കിയാൽ മതി. നല്ല വിശാലമായ ആകാശം, നല്ല വിശാലമായ വ്യൂ, നല്ലൊരു പീസ്ഫുൾ, ഒരു കാംനെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. മക്കളെ വ്യൂ തൃശ്ശൂർ മൊത്തം കാണുന്നുണ്ട്. ഇത് സീനാണേ ഈ ഒരു മല. സൺസെറ്റിനാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. സൺസെറ്റിന് ടൈം ആയിട്ടില്ല, ജസ്റ്റ് 4:50 ആയിട്ടുള്ളൂ. നിങ്ങൾ ഇവിടെ നിന്ന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ഫുഡ് കൊണ്ടുവരാം. നമുക്ക് ഇവിടെ ഇങ്ങനെ മാറ്റൊക്കെ വിരിച്ച് ഒരു പിക്നിക് വൈബ് ആക്കാം. അവിടെ കാണുന്നത് മഴയാണ്, കണ്ടോ? ഒരു ഡെൻസ്ഡ് ആയിട്ട് ലൈൻ ആയിട്ട് ഇത് മഴയാണ് കാണുന്നത്. സീനാട്ടോ. ചിലപ്പോൾ ഇവിടെയും മഴ പെയ്യാനുള്ള ഒരു ക്ലൈമറ്റ് ഉണ്ട്. സൺസെറ്റ് എന്ന് പറഞ്ഞിട്ട് സൺ എവിടെ? സൺ അവിടെ നിൽക്കുന്നുണ്ട്. സൺസെറ്റ് കാണാൻ കഴിയുമോ നമുക്ക് അറിയില്ല. അങ്ങ് ദൂരെ പരുന്ത് പറക്കുന്നത് കാണാം. നല്ല മഴക്കാറും ഉണ്ട്. ഇപ്പൊ മഴ പെയ്യും. പരുന്തിന്റെ അത്ര ഹൈറ്റ് നമ്മൾ എത്തി. പരുന്ത് എത്രയോ ഹൈറ്റിലല്ലേ പറക്കുക. താഴെ കാണുന്നത് മൊത്തം ഒരു തൃശ്ശൂരാണ്. അവിടെ ചേർച്ച് ഉണ്ട്, ഇവിടെ അമ്പലമുണ്ട്.
അതാ കാണുന്നതാണ് അമ്പലം. ഞാൻ എടുക്കാം. പിന്നെ അവിടെ ഇരിക്കുകയാണ്. ഒരു ഫോട്ടോ സെഷനാണ് ഇവിടെ നടക്കുന്നത്. വേണമെങ്കിൽ താഴേക്ക് ഇറങ്ങിപ്പോ, പക്ഷെ സ്ലിപ്പായ പോലെ ഉണ്ടാവും. എന്തൊക്കെയാ പറയുന്നത്? നമ്മുടെ ഒപ്പം വന്ന ഫാമിലി പോവാണ്. അവര് പോകുന്നത് നിങ്ങൾക്ക് അങ്ങ് ദൂരെ കാണാം. ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു പോയി നോക്കാം. അവിടെ ഉള്ളത് അമ്പലമാണ്. നേരെ നടന്നാലൊരു അമ്പലമുണ്ട്. ഇതാണ് അമ്പലം എന്ന് പറയുന്നത്. കൂടുതൽ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇവിടെ കുറച്ച് ഹൈറ്റിൽ പുല്ലും ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ പോകുന്ന വഴി എന്തെങ്കിലും പാമ്പോ അങ്ങനെ ഇഴജന്തുക്കൾ എന്തെങ്കിലുമൊക്കെ വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് അത് കടന്ന് അങ്ങോട്ട് പോകാത്തത്. പിന്നെ അത് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇനി ആ സൈഡ് എന്താണുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. നിരഞ്ജന പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. എന്തായാലും ഈ ഒരു മലൻ്റെ ഓരോ സൈഡ് നിൽക്കുമ്പോൾ നമുക്ക് ഓരോ വ്യൂസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ ഒരു വേറെ വ്യൂ ആണ്, അപ്പുറത്ത് നിൽക്കുമ്പോൾ ഒരു വേറെ വ്യൂ ആണ്. ഇവിടെ കുറച്ച് നല്ല ഭംഗിയുള്ള കുഞ്ഞു മരങ്ങളുണ്ട്. നല്ല രസമുണ്ടല്ലേ ഇത്രയും മേലെ നിന്ന് അങ്ങോട്ട് താഴെ നോക്കാൻ. പിന്നെ ശരിക്കും ഒന്ന് സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ആടുകളെ നിങ്ങൾക്ക് കാണാം. ആട് മേയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്ന് സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആടിനെ കാണാം. നല്ല രസമുണ്ടല്ലേ ഇങ്ങനെ ഒരു പുൽമേടിലൂടെ ഇങ്ങനെ ആട് മേയ്ക്കുന്നതൊക്കെ കാണാൻ. അപ്പോഴാണ് അപ്രതീക്ഷിതമായ ഒരു അതിഥി വന്നത്. മഴ പെയ്തു, ഫുൾ മഴയാണ്. നമ്മൾ സൺസെറ്റ് കാണാൻ വന്ന് മൂഞ്ചി. മഴ പെയ്തത് കൊണ്ട് തന്നെ സൺസെറ്റ് കാണാൻ പറ്റൂല. എടാ എന്റെ ചെസ്റ്റ് ബാഗ് ആരെടുത്തേ? ഇന്നത്തെ സൺസെറ്റ് പ്ലാൻ ഒഫീഷ്യലി മൂഞ്ചിയതായി അറിയിക്കുന്നു. അങ്ങ് ദൂരെ നമ്മൾ ആടുകൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിങ്ങനെ കയറി വന്നു. മഴയും മലയും ആടും, ആഹാ അന്തസ്. ശരിക്കും ആ ഒരു മൊമെന്റ് നമ്മൾ നല്ല രീതിക്ക് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് കൊട എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. സൺസെറ്റ് കാണാത്തതിൽ നിരാശയുണ്ടോ? മഴ കൊള്ളുന്ന നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങണം. സംഭവം മഴ പെയ്തു. നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. കുന്നിൽ നിന്ന് കയറുന്നത് നിങ്ങൾ കണ്ടു. ഇനി നമ്മൾ ഇറങ്ങുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത്. ആരെങ്കിലും ഉരുളുവോന്ന് അറിയില്ല കേട്ടോ. മഴയും കൂടി പെയ്തതുകൊണ്ട് നല്ല രീതിക്ക് വഴുതി വീഴുമെന്നുള്ള പേടിയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉരുള കല്ലുകളാണ്. അപ്പം പെട്ടെന്ന് സ്ലിപ്പായി നല്ല രീതിക്ക് വീഴും. അപ്പോൾ സൂക്ഷിച്ച് തന്നെ നടക്കണം. അപ്പം മെല്ലെ പിടിച്ചിട്ട് തന്നെയാണ് നമ്മൾ നടന്നിട്ടുള്ളത്. നമ്മൾ ആ മലയിൽ നിന്ന് ഇറങ്ങുകയാണ്. ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ഒരു ഹിഡൻ ആയിട്ടുള്ള സ്പോട്ട് തന്നെയാണ്. അത്ര അറിയപ്പെടുന്ന സ്ഥലമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പിടിച്ച് കയറാവുന്ന അങ്ങനത്തെ സംവിധാനമൊന്നുമില്ല. നമ്മൾ തന്നെ സൂക്ഷിച്ച് നമ്മൾ റിസ്കിൽ തന്നെ കയറി ഇറങ്ങണം. ശേഷം നിന്നു. ചളിയുള്ള ഒരു വഴിയാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. കയറുന്നത്ര ഒരു ബുദ്ധിമുട്ടില്ല. അത് ഒബ്വിയസ്ലി അങ്ങനെ, പക്ഷെ വഴിക്കും. അതിരപ്പള്ളി പോയി കഴിഞ്ഞാല് കേറുമ്പോ അത് ഭയങ്കര നല്ലതന്നെ. അങ്ങനെ സൂക്ഷിച്ച് നമ്മളെല്ലാവരും ഇറങ്ങി. ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ കാടിൻ്റെ ഒരു പ്രത്യേക സൗണ്ട് ഇല്ലേ, കുഞ്ഞു ഇൻസെക്ട്സിൻ്റെ ആ സൗണ്ടൊക്കെ നമുക്ക് നല്ല രീതിക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും വിശന്ന് വലഞ്ഞ് വരികയാണ്. കയറുന്നതിനേക്കാളും ഇറങ്ങുമ്പോൾ ഒന്നും കൂടി സ്മൂത്ത് ആയിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ ഇറങ്ങി വന്നു. നമ്മൾ തിരിച്ചു പോവാണ്. നമ്മൾ സൺസെറ്റ് കണ്ടില്ല. അതിൻ്റെ ഒരു നിരാശയൊന്നും ആരുടെയും മുഖത്തില്ല. എല്ലാവരും ഒരു മഴ വെയ്ബ് കിട്ടിയല്ലോ എന്നുള്ളൊരു ഹാപ്പിനെസ്സിലാണ്. നല്ല രീതിക്ക് തന്നെ പോയി നല്ല രീതിക്ക് തന്നെ നമ്മൾ തിരിച്ചു വന്നു എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഇനി നല്ല അടിപൊളി ചൂടുള്ള ചായയും കടിയും കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് പോകുന്നതായിരിക്കും. സൺസെറ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി. അതുകൊണ്ട് ഓവർ ഇരുട്ടൊന്നും ആയിട്ടില്ല. ഇനി ചായക്കടയും തേടിയുള്ളൊരു നടപ്പാണ് എല്ലാവരും. പിന്നെ അവിടെ ദൂരെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, പെരുവന്മല മഹാദേവ ക്ഷേത്രം എന്നുള്ളത്. ഉള്ളിൽ പോകുമ്പോൾ ഒരു അമ്പലമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ കുറച്ചങ്ങോട്ട് നടന്നാൽ തന്നെ ഒരു ചായക്കട കാണാം. ചായ കാപ്പി ഒക്കെ നടന്ന് കുടിക്കാം. മൈ ക്രഷ് കഫേ ആണ്. എല്ലാവർക്കും പെട്ടെന്നൊരു മുട്ട പഫ്സ് ഈ ഒരു കടയിൽ മുട്ട പഫ്സ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഓട്ടോ പിടിച്ച് കേച്ചേരി ടൗണിലോട്ട് പോവാണ്. മുട്ട പഫ്സും തേടിയുള്ള ഒരു യാത്രയാണത്. അങ്ങനെ നമ്മൾ മുട്ട പഫ്സ് ഉള്ളൊരു കട കണ്ടുപിടിച്ചു, നെഹൽ ബേക്സ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ഷവർമയും ബൂസ്റ്റും കോഫിയൊക്കെയാണ്. മുട്ട പഫ്സ് നീരു മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ. സോ ഇത്രയുള്ളൊരു ഷോർട്ട് വീഡിയോ ആണ്. നിങ്ങൾ കേച്ചേരി സൺസെറ്റ് കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ കേച്ചേരി റെയിൻ കണ്ടിട്ടുണ്ടാവും. സോ ഇത്രയുള്ളൊരു ഷോർട്ട് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആരെങ്കിലൊക്കെ കേച്ചേരി ഒരു പെരുവന്മല കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക. ഇനി ഇങ്ങനത്തെ വീഡിയോസ് കാണാനേ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ജസ്റ്റ് അഷിങ്.